നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുംബൈയിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അതായത് വെള്ളിയാഴ്ച മുംബൈയിൽ മുഹറം ഘോഷയാത്ര നടന്നു. നമുക്കറിയാം, ആദ്യം വ്യാഴാഴ്ച മുഹറം ആഘോഷിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ചാന്ദ്രമാസ കലണ്ടർ പ്രകാരം ഈ മാസപ്പിറവി കാണുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് അത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കാൻ ലോകമെങ്ങുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ മുഹറം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ലോകമെങ്ങും മുഹറം ആഘോഷിച്ചു. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തും ഒട്ടനവധി സ്ഥലങ്ങളിൽ ആഘോഷം സംഘടിപ്പിച്ചു. അങ്ങനെ മുംബൈയിൽ ആഘോഷിച്ച അല്ലെങ്കിൽ മുംബൈയിൽ സംഘടിപ്പിച്ച ഈ മുഹറം ആഘോഷത്തിനിടയ്ക്കാണ് ദാരുണമായ ഒരു കൂട്ടക്കുരുതി നടക്കുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് തലനാഴിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം നമ്മൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കേണ്ടി വന്നേനെ. കേവലം ഒരു വ്യക്തിയുടെ തലച്ചോറിൽ വിഷം കലർന്നതിൻ്റെ ഫലമാണത്. എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു പറയാം. ഈ മുഹറം ഘോഷയാത്ര നമുക്കറിയാം, ഈ വിശ്വാസികൾ സ്വയം ചാട്ടയടിയൊക്കെ ഏറ്റ്, അതായത് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ സ്വയം തന്നെ ഏൽപ്പിച്ച് ദൈവത്തിനോട് പശ്ചാത്തപിക്കുന്ന ചില ചടങ്ങുകളൊക്കെ, അനുഷ്ഠാനങ്ങളൊക്കെ ഈ ഷിയ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അത് മുഹറവുമായി ബന്ധപ്പെട്ട് അവർ ആഘോഷിച്ചു വരുന്നതുമാണ്. അത്തരത്തിലുള്ള ഒരു ഘോഷയാത്രയും ആഘോഷവും ഒക്കെയാണ് മുംബൈയിലും സംഘടിപ്പിച്ചത്. അവിടെ ബൈക്കുള എന്ന് പറഞ്ഞ സ്ഥലത്ത്, മുംബൈയിലെ ബൈക്കുളയിൽ ആണ് ഈ ദാരുണമായ കൂട്ടക്കുരുതിക്കുള്ള കളമൊരുങ്ങിയത്. പക്ഷേ എന്തുകൊണ്ടോ അത് വിജയിച്ചില്ല. അവിടെ ഫയാസ് പ്രേംജി എന്നയാളെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഇയാൾ ചെയ്ത കന്നന്തിരിവ് എന്താണെന്ന് അറിയണ്ടേ? അതായത് സിങ്ക് ഫോസ്ഫേറ്റ്, മാരകമായ എലിവിഷം, അത് കലർന്ന ഗുളികകൾ ഇയാൾ വിതരണം ചെയ്തു. ഏതാണ്ട് 100 ഗുളികകൾ വിതരണം ചെയ്തപ്പോഴേക്കും ഇയാൾ പിടിയിലായി എന്നുള്ളതാണ് ഈ ആഘോഷം സമാധാനപരമായി നടന്നതിനും നമ്മുടെ രാജ്യം ഒരു വലിയ അപമാനത്തിൽ നിന്നും ഒരു വലിയ കലാപത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടതിനും കാരണം. പോലീസ് ഇയാളെ വിശദമായി പരിശോധിച്ചപ്പോൾ ഇയാളിൽ നിന്ന് 14,900 ഗുളികകൾ കൂടി കണ്ടെടുത്തു. അതൊക്കെ പോലീസ് എണ്ണി കൃത്യമായിട്ട് നിർണയിച്ചിട്ടുണ്ട്. ഈ ഘോഷയാത്രയുടെ സമാധാനപൂർണമായ നടത്തിപ്പിന് വേണ്ടി, ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധി വോളണ്ടിയർമാരെ അവർ നിയോഗിച്ചിരുന്നു. ഇതിൻ്റെ സംഘാടകർ നിയോഗിച്ചിരുന്നു. അതിൽ 3 വനിതാ വോളണ്ടിയർമാർക്കാണ് ഇയാളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയത്. സംശയിച്ച അവർ ഉടൻ തന്നെ തങ്ങളുടെ മുകളിലുള്ളവരെ വിവരം അറിയിച്ചു. ഇയാളെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഇയാൾ ഇത്തരത്തിലുള്ള ഗുളികകൾ വിതരണം ചെയ്തതായിട്ടാണ് പറയുന്നത്. തുടർന്ന് ഈ ഗുളികകൾ എന്തിനാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും വേദന അറിയാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഗുളികകളാണെന്നാണ് പറഞ്ഞത്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം പലതരത്തിൽ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി തങ്ങളുടെ പ്രായശ്ചിത്ത അനുഷ്ഠാനമായിട്ട് നിർവഹിക്കാറുണ്ട് അത്തരത്തിൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനാണ് ഈ ഗുളിക എന്നാണ് ഇയാൾ പറഞ്ഞത്. എന്തായാലും ഇയാളിൽ നിന്ന് 1 ഡസനിലധികം ആൾക്കാർ ഗുളികകൾ വാങ്ങിയിരുന്നു. അവർ ഈ പറഞ്ഞതുപോലെ കുറച്ചു പേരൊക്കെ ആ ഗുളിക കഴിച്ചു. അതിൽ ചിലർക്കൊക്കെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും അവരെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രികളിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഫയാസ് പ്രേംജിയുടെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇയാൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ താൻ 15,000 പേരെ കൊല്ലാൻ തീരുമാനിച്ച് ഇറങ്ങിയതാണെന്നും 15,000 പേരെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്തതെന്നും ഉള്ള വിവരമാണ്, അല്ലെങ്കിൽ ആ ഒരു മൊഴിയാണ് ഇയാൾ കൊടുത്തത് പോലീസിന്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയൊരു ആപത്തിൽ നിന്ന് നമ്മുടെ രാജ്യം
രക്ഷപ്പെട്ടു. ഈ സിങ്ക് ഫോസ്ഫേറ്റ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. എലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള മാരകമായൊരു വിഷമാണ്. ഇത് കഴിച്ച 11 പേരാണ്, ഏതാണ്ട് 1 ഡസനിലധികം ആളുകൾക്ക് വിതരണം ചെയ്തെങ്കിലും കഴിച്ചത് 11 പേരാണ്. ആ 11 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു 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 വലിയ ദുരന്തം ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ആശ്വസിക്കാൻ വക നൽകുന്നത്. ഈ 11 പേരും നിലവിൽ അപകടനില തരണം ചെയ്തതായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര പോലീസ് അറിയിക്കുന്നു. ഗുളിക കഴിച്ച സൽമാൻ സയീദ് എന്നയാൾക്കാണ് ആദ്യമായിട്ട് ഛർദിൽ അനുഭവപ്പെട്ടത്. കഠിനമായ വയറുവേദനയും ഛർദിലും ഇയാൾക്കുണ്ടായപ്പോൾ തന്നെ വോളണ്ടിയർമാർക്ക് മനസ്സിലായി. അവർ വളരെ പെട്ടെന്ന് ആംബുലൻസുകൾ വരുത്തി ഈ സൽമാൻ സയീദിനെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നാണ് ഈ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചത്. ഇപ്പോൾ ഇത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ജയന്ത് മീന ആണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത്. ഇയാളിൽ നിന്ന് പോലീസ് കൃത്യമായിട്ട് 14,900 ഗുളികകൾ കണ്ടെടുത്തു എന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. മാത്രമല്ല 30,000 ശൂന്യമായ ക്യാപ്സൂളുകൾ, ഈ ക്യാപ്സൂളുകൾക്കകത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 30,000 ശൂന്യമായ ക്യാപ്സൂളുകൾക്കും 50 കിലോഗ്രാം ഫോസ്ഫറസിനും ഇയാൾ, അതായത് സിങ്ക് ഫോസ്ഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഫോസ്ഫറസിനും ഇയാൾ ഓർഡർ നൽകിയിരുന്നതായി DCP മീന പറയുന്നു. എന്തായാലും ഈ 3 വനിതാ വോളണ്ടിയർമാരുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയം, അഭിനന്ദനീയം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിസ്സാരമായ അവരുടെ ഒരു സംശയത്തിൽ നിന്നാണ് ഈ വലിയ ഒരു ദുരന്തം ഒഴിവായി പോയത് എന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ 15,000 പേരെ കൊല്ലാനുള്ള ഒരാളിൻ്റെ, ഒരു പ്രതിയുടെ ഗൂഢാലോചന പോലീസിന് പൊളിക്കാൻ കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഈ ഫായിസിൻ്റെ പുറകിൽ, ഫായിസ് പ്രേംജി എന്ന ഈ നരാധമൻ്റെ പുറകിൽ ആരൊക്കെയുണ്ട്, ഇയാൾക്ക് ഇത് വാങ്ങാനുള്ള പണം എവിടുന്ന് കിട്ടി, ഇയാൾക്ക് ഇത് ഈ പറഞ്ഞതുപോലെ സിങ്ക് ഫോസ്ഫേറ്റ് ക്യാപ്സൂളുകൾക്കകത്താക്കി കൊടുത്താൽ ആൾക്കാർ മരിക്കും എന്നുള്ള അറിവ് എങ്ങനെ ലഭിച്ചു, എവിടെ നിന്ന് ലഭിച്ചു, ആരിൽ നിന്ന് ലഭിച്ചു, ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ ഇയാൾ ഇൻ്റർനെറ്റിലും മറ്റും ഇതിനെക്കുറിച്ച് തിരക്കിയിരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പ്രതി പിന്നെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒന്നുമില്ലാത്ത, ഇവരാലെല്ലാം ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. മാത്രമല്ല പ്രതിക്ക് പതിവ് സ്ഥിരം പല്ലവി തന്നെ ഇവിടെയും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പ്രതിക്ക് ലേശം മാനസികാസ്വാസ്ഥ്യം ഉണ്ട് എന്ന ഒരു കഥ കൂടി ഇതിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ ഫായിസ് പ്രേംജിയുടെ പിന്നിൽ ISIS ആണോ, അല്ലെങ്കിൽ സക്കീർ നായിക്കിൻ്റെ ഭീകര സംഘടനയാണോ, അതുപോലെ മറ്റേതെങ്കിലും ഒരു ഭീകര സംഘടന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് താമസം വിന അറിയാൻ കഴിഞ്ഞേക്കും. നേരത്തെ നമുക്കറിയാം, ബംഗ്ലാദേശിലടക്കം പല സ്ഥലത്തും, ഇന്ത്യയിൽ ഉൾപ്പെടെ സ്ഫോടനങ്ങൾ നടത്തിയപ്പോൾ പിടിയിലായ ആൾക്കാർ സക്കീർ നായിക്കിൻ്റെ പ്രസംഗത്തിൽ ആകൃഷ്ടരായിട്ടാണ് ഈ ഭീകരാക്രമണത്തിന് തങ്ങൾ ഇറങ്ങിയത്. ഇവിടെ കോയമ്പത്തൂരിൽ പോലും ഒരു സ്ഫോടനം നടന്നു. ഒരു വാഹനത്തിൽ ബോംബ് ഘടിപ്പിച്ച് സ്ഫോടനം നടത്തി. അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് സക്കീർ നായിക്കിൻ്റെ പ്രസംഗത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടാണ് തങ്ങൾ ഇത് ചെയ്തതെന്നാണ്. അതുപോലെ ഈ ഷിയ ആഘോഷം കലക്കാൻ ഒരു ഷിയ വിശ്വാസി കൂടിയായ ആൾ, ഷിയ വിഭാഗത്തിൽ നിന്നുള്ള ആൾ തന്നെ മുന്നോട്ട് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്, കാരണമുണ്ട്. തീർച്ചയായിട്ടും സക്കീർ നായിക്കിനെ പോലെയുള്ള അതിതീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള ഫണ്ടമെൻ്റലിസ്റ്റുകളായ ആൾക്കാർ, അവരുടെ ഇടപെടൽ, അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ ഈ എന്താ പറയുക, ഈ ഇത്തരത്തിൽ മതപ്രബോധനങ്ങൾ, അതൊക്കെ ഈ ചെറുപ്പക്കാരെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട ചെറുപ്പക്കാർ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിയ സംഭവങ്ങൾ മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫായിസ് പ്രേംജിയുടെ പിന്നിൽ സക്കീർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങളാണോ അതോ ISISൻ്റെ
ഇടപെടലാണോ, ഇതൊക്കെ അന്വേഷിച്ച് തെളിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മഹാരാഷ്ട്ര ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് വളരെ കൃത്യമായും ശക്തമായും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഒരു വലിയ മഹാദുരന്തം നമ്മുടെ രാജ്യത്തു നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നതിൽ നമുക്ക് ആശ്വസിക്കാം.